നല്ല നിലക്ക് ജനങ്ങളെ സഹായിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ, യഥാർത്ഥമായ നിലയ്ക്ക് ഇസ്ലാമികമായ ചിന്തയോടുകൂടി ചെറിയ ചെറിയ രൂപത്തിൽ വലിയ വലിയ രൂപത്തിലൊക്കെ നടക്കുന്ന സംവിധാനങ്ങൾ ബുദ്ധിമുട്ടുകളില്ലാതെ നിലനിൽക്കുന്നു. അതേ അവസരത്തിൽ പലിശയിൽ അധിഷ്ഠിതമായതിന് മുഴുവനും ഭീഷണി തന്നെ. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു, നിശ്ചയമായും അല്ലാഹു ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നതല്ല കുല്ല കഫാരിൻ നസീം, സർവ നന്ദികെട്ടവരെയും ഈ രൂപത്തിൽ അള്ള നിരോധിച്ചിട്ടുള്ള സംഗതികളുമായി കൂടിക്കിണഞ്ഞു നടക്കുന്ന മഹാപാപികളെയൊന്നും അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, സംഭവിച്ച പ്രശ്നം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. സംഭവിച്ചത് ഇസ്ലാമികമായി ഓരോ മനുഷ്യനും അവരവർക്ക് അന്നം നേടാൻ അനുവദിച്ചിട്ടുള്ള ഒരു പാതയുണ്ട്. ആ അനുവദിച്ചിട്ടുള്ള പാത വിട്ട് ഇസ്ലാം വിരോധിച്ച മാർഗങ്ങളിലൂടെ പണം നേടാൻ മനുഷ്യൻ സ്വപ്നം കണ്ടു. അങ്ങനെ ഒരുപാട് നേടാമെന്ന് മനുഷ്യൻ വിചാരിച്ചു. കുറച്ചു കാലമൊക്കെ അതിലിങ്ങനെ ഞെളിഞ്ഞു നടന്നു മനുഷ്യൻ. ഇപ്പോഴോ ആകെ മുങ്ങുകയാണ്. വൻമരങ്ങളൊക്കെ കടപുഴകി വീഴുകയാണ്. പലരും കടപുഴകി വീഴുമെന്ന ഭീഷണിയിലാണ്. പലരും പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലാണ്. പലരും 1000, 20,000, 50,000, 1,00,000 തൊഴിലാളികളെ പിരിച്ചുവിടുകയാണ്. എന്തേ? പണമില്ല കയ്യിൽ. ആരുടേതായിരുന്നു ഈ പണം? ആരെ കണ്ടിട്ടാണ് ഇവരെയൊക്കെ തൊഴിലിന് വെച്ചിരുന്നത്? ആരെ കണ്ടിട്ടാണ് ഈ വൻകിട ബിൽഡിങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്? ആരെ കണ്ടിട്ടാണ് ഈ കോടികൾ വായ്പ വാങ്ങിയത്, കൊടുത്തത്? എല്ലാം പലിശയിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. സർവം പലിശയിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. പലിശയിൽ അധിഷ്ഠിതമല്ലാത്തവരെ ഇടപാട് ഭൂമിയിൽ നടന്നില്ല. അള്ള പറയുന്നു, നിങ്ങൾ കുറച്ചു കാലം ഇതുകൊണ്ട് നടക്കൂ. ഈ പരിപാടി അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനമാണ്, യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അള്ളയും റസൂലും യുദ്ധം ചെയ്യുന്നു അത്തരക്കാരോട് എന്നാണ്. ആ യുദ്ധത്തിന്റെ കെടുതിയാണ് മനുഷ്യനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണിതിന് പരിഹാരം? വൻകിട രാഷ്ട്രങ്ങളെയോ വൻ ബാങ്കുകളെയോ ഓരോരുത്തരെ കുറിച്ച് നന്നാക്കാനോ നമുക്ക് നിവൃത്തിയില്ല. ഓരോരുത്തർക്ക് ഓരോന്ന് ചെയ്യാൻ കഴിയും. അവരവരുടെ സാമ്പത്തിക കാര്യത്തിൽ ഈ വലിയ ഭീഷണിയെ മാറ്റിവെക്കുക, ചെലവ് ചുരുക്കുക, അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം കടം വാങ്ങുക. കിട്ടുമെന്ന് വിചാരിച്ച് ഇഷ്ടം പോലെ കടം വാങ്ങല. ആളുകൾ വിചാരിക്കുന്നു, എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലേക്ക് ചെന്നാൽ ഇവിടുന്നായാലും ബാങ്കുകൾ ഇങ്ങനെ നിരന്തരം വിളിക്കല്ലേ, വാഹനം വേണോ, വീട് വേണോ, എന്താ വേണ്ടത്, എന്താ നമ്മളോടുള്ള സ്നേഹം, ക്രെഡിറ്റ് കാർഡ് വേണോ? എത്ര ഓരോരുത്തരുടെ പോക്കറ്റിൽ എത്രയാ ക്രെഡിറ്റ് കാർഡ്? അതൊരു ക്രെഡിറ്റില്ലേ ആളുകൾക്ക്? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ധാരാളം സാധനങ്ങൾ ഒരു ട്രോളി നിറയെ, 1ഉം 2ഉം ട്രോളിയൊക്കെ നിറയാണ് വാങ്ങുക. അതിങ്ങനെ ഉന്തി കൗണ്ടറിൽ വരിക, അതിങ്ങനെ ബില്ലടിക്കുക, യാതൊരു ചിന്തയില്ല. പോക്കറ്റിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്തു കൊടുത്തു, ഒന്ന് തീർന്നോ, അടുത്തത് കൊടുത്തു. എന്താണ് അവന്റെ ഒരു ഗമ? ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ഇങ്ങനെ മുഴുവൻ പലിശയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ക്രമത്തിലേക്ക് ഉള്ളവനും ഇല്ലാത്തവനും ചെറിയവനും വലിയവനും ഓരോരുത്തരും കൂപ്പുകുത്തിയപ്പോ ആഗോളാടിസ്ഥാനത്തിൽ വരുന്ന പ്രതിസന്ധി ചെറിയവനും ബാധിക്കും, എല്ലാവർക്കും ബാധിക്കും. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇസ്ലാം പറഞ്ഞ അനുവദനീയ മാർഗത്തിലൂടെ മതി ഉപജീവനം തേടൽ. പലിശയുമായുള്ള ബന്ധം ഒഴിവാക്കാനായി ഇസ്ലാം പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ധാരാളം കേട്ടിട്ടില്ലേ? പലിശയിൽ നിന്ന് ഏറ്റവും നിസ്സാരമായതുപോലും സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണെന്ന് പറഞ്ഞാൽ അതെത്ര മോശമാണ്. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഒരാൾക്ക് അങ്ങനെ പറയുന്നത്? സ്വന്തം ഉമ്മയുമായി കിടപ്പറ പങ്കിടുക എന്നത് കേൾക്കുമ്പോൾ അറപ്പും വെറുപ്പും തോന്നാത്തൊരു മനുഷ്യൻ ആരാവുള്ളത്? അത്ര വലിയ പാതകം. അങ്ങനെ ധാരാളം ഉമ്മയുമായി ബന്ധപ്പെടുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും താഴേക്കിടയിലുള്ളതുമായി ബന്ധപ്പെടൽ എന്ന് വന്നാൽ എത്രമാത്രം സൂക്ഷ്മത നമ്മൾ പാലിക്കണം സഹോദരന്മാരെ. ലോകം ഇന്നവിടെയാണ്. എല്ലാ ഇടപാടുകളും, എന്ത് ഇടപാടുകൾ നടക്കുന്നുണ്ടോ, ക്രയവിക്രയങ്ങൾ മുഴുവനും പലിശയിൽ അധിഷ്ഠിതം. അതൊരു വിഷയമേ അല്ല. വലിയ വലിയ ആളുകളൊക്കെ അതിന്റെ പിന്നാലെയായി. അപ്പൊ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ ഇത് ഒഴിവാക്കാൻ തയ്യാറില്ലേ? ഫഇല്ലം തഫ്അലു, ഒഴിവാക്കാൻ തയ്യാറില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും യുദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇനി ഈ യുദ്ധം കൊണ്ടൊന്നും തീരൂല, ഈ യുദ്ധം കൊണ്ടൊന്നും അവസാനിക്കൂല. നാളെ പരലോകത്തോ കഠോരമായ ശിക്ഷയാണ്. നരകത്തിലേക്ക് അവൻ ആനയിക്കപ്പെടുന്ന രംഗം തന്നെയും മഹ്ശറിലേക്ക് വരുന്ന രംഗം തന്നെയും വീർത്ത വയറുമായിട്ട്
വികലമാക്കപ്പെടുന്ന നിലയിലായിരിക്കും. പലിശയുടേതായ അംശം പറ്റിയ വീർത്ത വികൃതമായ വയറുമായി മഹ്ശറിലേക്ക് വിചാരണക്ക് വരുന്ന ഒരു വികൃതമായ രൂപമായിരിക്കും അവരുണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പലിശയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ആൾക്കാർ ഒരു പലിശക്ക് കൊടുത്തിട്ടല്ലേ എന്ന് പറയണം. അവരവരുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്യുക. ഞാൻ പലിശയുമായി ഞാനത് വാങ്ങില്ല, ഞാനത് കഴിക്കില്ല, ഞാനതുകൊണ്ട് ഉപജീവനം കഴിക്കില്ല, ഞാനതെന്റെ ബന്ധപ്പെട്ടവർക്ക് നൽകില്ല, അവരെ ഞാനത് തീറ്റിക്കില്ല. ആ നിലക്ക് പലിശയിൽ നിന്ന് മുക്തമായ നിലക്ക് ആവശ്യത്തിനല്ലാതെ ഞാനിങ്ങനെ കാർഡ് വാങ്ങില്ല, ഞാനത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അനിവാര്യമായ സാഹചര്യത്തിലല്ലാതെ ഞാൻ ലോൺ എടുക്കില്ല. ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം ആർക്കാണ്? അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ ലോൺ എടുക്കുന്ന ആളുകൾ, അതെന്താ, അത് വിട്ടാലോ, അതൊരു പ്രയാസമില്ലല്ലോ. എന്നിട്ട് അവസാനം ചിന്തിക്കലപ്പോഴ കുറെ പ്രായമായിട്ടും ഹജ്ജ് ചെയ്തിട്ടില്ല, ഹജ്ജിന് പോയിട്ടില്ല. അപ്പൊ ഒരു ഫത്വ ചോദിക്കലാണ്, എനിക്കൊരുപാട് ക്രെഡിറ്റ് കാർഡിന്റെ കടണ്ട്, മറ്റേ കടങ്ങളുണ്ട്, മറ്റേ ലോൺ എടുത്തതുണ്ട്, വാഹനത്തിന് ലോൺ എടുത്തതുണ്ട്, പിന്നെ ബിൽഡിംഗ് എടുക്കാൻ ലോൺ എടുത്തതുണ്ട്. അപ്പൊ കടങ്ങളുണ്ടെങ്കിൽ ഹജ്ജിന് പോണ്ടല്ലോ. അപ്പൊ ഹജ്ജിന് പോണ്ട, കടനില്ലല്ലോ നിങ്ങൾക്ക്. ശരിയാ, അപ്പൊ ഞാൻ നല്ല സ്വാലിഹായ മനുഷ്യനാ, എനിക്ക് ഹജ്ജൊന്നും നിർബന്ധമില്ലാഞ്ഞിട്ടല്ലേ ഞാൻ ഇതുവരെ പോകാഞ്ഞത് എന്നൊരു സമാധാനവും. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുമോ? നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് മോചനം കിട്ടുമോ? സഹോദര, ചിന്തിക്കണം നമ്മൾ. അള്ള നിരോധിച്ച മാർഗത്തിൽ മാത്രം സമ്പത്തിനെ കെട്ടിപ്പടുക്കാമെന്ന് മോഹിച്ചപ്പോ പടച്ചതമ്പുരാൻ പറഞ്ഞ കഠിനകഠോരമായ പരലോക ശിക്ഷയുടെ മുന്നോടിയായി ഭൗതിക ലോകത്ത് തന്നെ അവൻ അനുഭവിപ്പിക്കുന്ന ശിക്ഷയാണ് ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ മനുഷ്യന്മാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. മറ്റു കാരണങ്ങളൊന്നുമല്ല. ഇസ്ലാം പറഞ്ഞ ഈ കാരണം ഇതുമ്മലായ എല്ലാ ബന്ധവും, മറിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കി ഞാൻ എന്ത് തന്നെ ഓടിമറിഞ്ഞാലും എനിക്ക് എന്റെ നാഥൻ കണക്കാക്കിയതെന്നെ കിട്ടുള്ളൂ, പക്ഷേ അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യണം എന്ന രൂപത്തിൽ അനുവദനീയമായ മാർഗത്തിലൂടെ ജോലി ചെയ്ത് അനുവദനീയമായ മാർഗത്തിലൂടെ അധ്വാനിച്ച് പരിശ്രമിച്ച് അവരവർക്ക് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാതെ കൂടുതൽ കൂടുതൽ വാങ്ങണം എന്ന ആർത്തിയോടുകൂടി അത് കിട്ടാനും തേടിപ്പിടിക്കാനും ഇസ്ലാം നിരോധിച്ച മാർഗങ്ങളെ കൂടി കൂട്ടുപിടിച്ചപ്പോ അള്ള പറഞ്ഞ മുന്നറിയിപ്പിന്റെ മുന്നോടി ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും ജാഗ്രതയിലിരുന്നു കൊള്ളുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ അല്ലാഹനെ സൂക്ഷിച്ചോളൂ. വസറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളാണെങ്കിൽ പലിശയിൽ നിന്ന് കിട്ടാനുള്ളത് വിട്ടേക്കുക, നിങ്ങളത് അനുഭവിക്കരുത്. അതുമായി ബന്ധപ്പെട്ടത് മുഴുവനും അതിന്റെ എഴുത്തുകാർ, സാക്ഷി നിൽക്കുന്നവര്, അതിനുവേണ്ടി ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നവര്, ബാങ്കിന് വേണ്ടി ബിൽഡിംഗുകൾ വാടകയ്ക്ക് കൊടുക്കുന്നവർ, കെട്ടിടമുണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വലിയ പരിപാടിയാണ്, കെട്ടിടം ഉണ്ടാക്കുക, എന്നിട്ട് മേലെ ഒരു ബാങ്ക്, താഴെ വേറൊരു ബാങ്കിന് വാടക കൊടുക്കുക.